ഈ സ്പോൺസർഷിപ്പിന് ചെല്ലുമ്പോഴേ അങ്ങോട്ട് പറയും അവർ പരസ്പര സഹായ സംഘങ്ങള് സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർക്കും ചില അവകാശങ്ങളുണ്ട്. അതായത് ചില ഇളവുകളൊക്കെ ആ സ്പോൺസർ അർഹിക്കുന്നു. അങ്ങനെ ഇളവുകൾ കിട്ടുമെന്ന ധാരണയിലാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനും അതുപോലെ സ്പോൺസർഷിപ്പ് നടത്തുന്ന ആളും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ, ആ കൊടുക്കൽ വാങ്ങലിന്റെ ബാക്കിയാണ് 14,000 കോടിയോളം വരുന്ന GST കുടിശ്ശിക എന്ന് ഏത് മരമണ്ടന മനസ്സിലാകാത്തത്? അപ്പോൾ ഈ വർഷം നമ്മുടെ ഖജനാവ് കാലിയായതിന്റെ ആസൂത്രകർ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹജീവികളുമാണ്, എന്ന് വെച്ചാൽ സഹമന്ത്രി പുങ്കവന്മാരുമാണ്. അവരെല്ലാം കൂടി നമ്മുടെ നമ്മുടെ ഖജനാവ് കാലിയാക്കി. അതായത് ഭരണമില്ലാതിരുന്നു, കാര്യക്ഷമത ഇല്ലായിരുന്നു. അങ്ങനെയാണ് അതിപ്പോ അടുത്ത വർഷവും